അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ കാണാനില്ല എന്നുള്ളതാണ് പ്രധാനമായും. ഡൊണാൾഡ് ട്രംപിനെ കാണാനില്ല എന്നുള്ള അഭ്യൂഹം പരക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആയിരുന്നു. ആ ഈസ്റ്റർ ദിവസത്തിൽ ഡൊണാൾഡ് ട്രംപിനെ ഒരിടത്തും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് ആശുപത്രിയിലാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അടുത്തിടെ നിരവധി അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചിരുന്നത്. പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് ഇയാൾ വിട്ടുനിൽക്കുകയായിരുന്നു. ഞായറാഴ്ച നടന്ന ഈസ്റ്റർ ഞായറാഴ്ച പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നു. അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലരാണ്. പക്ഷേ ഇതുവരെ യഥാർത്ഥ വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്നിരുന്നാലും വൈറ്റ് ഹൗസ് അത്തരം കിംവദന്തികളെല്ലാം നിഷേധിക്കുന്നു. ഞായറാഴ്ച തന്നെ അവർ ഇറാനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. അവരുടെ ട്രൂത്ത് സോഷ്യൽ ഹാൻഡിലിൽ ചൊവ്വാഴ്ച പവർ പ്ലാന്റ് ദിനമായിരിക്കുമെന്നും പാല ദിനമായിരിക്കുമെന്നും അവർ പറഞ്ഞു. നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം ഇറാനിലെല്ലാം പൊതിഞ്ഞു കിടക്കും, ഇത് ഹോർമൂസ് കടലിടുക്ക് തുറക്കൂ, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഒരു ട്രൂത്ത് സോഷ്യലിലെ ഒരു കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും ചൂടേറിയ പ്രസംഗത്തിന് ശേഷം ട്രംപ് ഈസ്റ്റർ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിന് സമീപമാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത്. ഇന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ പ്രസിഡന്റ് പദ്ധതിയിട്ടിരുന്നതായി വൈറ്റ് ഹൗസ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഞായറാഴ്ച ഈസ്റ്റർ പള്ളിയിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന അഭ്യൂഹങ്ങളുണ്ട്. നാഷണൽ ഗോൾഫ് ക്ലബിൽ നിന്ന് ഓവൽ ഓഫീസിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അല്പം കൂനിപ്പോയതായി കാണപ്പെടുന്നു. വാസ്തവത്തിൽ ഏപ്രിൽ 1 രാജ്യത്തെ അഭിസംബോധന ചെയ്തതിനു ശേഷം അദ്ദേഹം പൊതുവേദികളിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഏപ്രിൽ 4 പ്രസിഡന്റ് ട്രംപിനെ വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെന്ററിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ടെന്നാൽ വൈറ്റ് ഹൗസ് ഈ റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. കിഴക്കൻ സമയം രാവിലെ 11 വൈറ്റ് ഹൗസിലെ ഒരു പ്രസ് ലീഡ് സ്ഥാപിച്ചു എന്ന വസ്തുത ഈ സംശയം ശക്തിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ 2026 തുടക്കം മുതൽ പ്രസിഡന്റ് ട്രംപിന്റെ ആരോഗ്യ നിലയെക്കുറിച്ച് വിവിധ കഥകളാണ് പ്രചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.